എല്ലാവർക്കും റിംസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ ലീനിയർ ഓൾജിബ്രയുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ 4 സെക്ഷനായിട്ടായിരുന്നു ലീനിയർ ഓൾജിബ്ര എടുത്തത്. തിയറി ഓഫ് മെട്രിസസ്, വെക്ടർ സ്പേസസ്, ട്രാൻസ്ഫർമേഷൻ ആൻഡ് ഡയഗണലൈസേഷൻ. അപ്പം ഡയഗണലൈസേഷനിൽ ഈ പ്രോബ്ലം കൂടെ കഴിയുമ്പോൾ ലീനിയർ ഓൾജിബ്ര കംപ്ലീറ്റ് ആകും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിന്റെ കൂടുതൽ പ്രോബ്ലംസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് മെട്രിക്സ്. നമുക്ക് മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇഫ് ദ ഐഗൺ വാല്യൂസ് ഓഫ് എ ആർ 4 and 8, അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് മെട്രിക്സ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു മെട്രിക്സിന്റെ സം ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേസ് ഓഫ് ദാറ്റ് മെട്രിക്സ് ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ്. പ്രൊഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനന്റും ആണ്, അല്ലേ? ഇത് നമുക്കറിയാം, നമ്മൾ ക്ലാസ്സിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇവിടെ ഐഗൺ വാല്യൂസ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? 4ഉം 8ഉം ആണ് നമ്മുടെ ഐഗൺ വാല്യൂസ്. സോ സം എന്ന് പറയുന്നത് എത്ര വരും? 4 + 8 12 എന്ന് കിട്ടും, അല്ലേ? ഇനി ട്രേസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? ട്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആണ്, അല്ലേ? ഇവിടെ ഡയഗണൽ എലമെന്റ്സ് ഏതൊക്കെയാണ്? 2ഉം വൈയും ആണ്. സോ ട്രേസ് എന്ന് പറയുന്നത് എന്ത് കിട്ടും നമുക്ക്? ട്രേസ് ഈക്വൽ ടു 2 + y എന്ന് കിട്ടും. സോ സം എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ഐഗൺ വാല്യൂ എന്തിനോട് ഈക്വൽ ആയിരിക്കും? ട്രേസിനോട് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 12 = 2 + y എന്ന് എഴുതാം. ഇതിൽ നിന്ന് എന്ത് കിട്ടും നമുക്ക്? y = 12 - 2 എത്രയെന്ന് കിട്ടും നമുക്ക്? 10 എന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം പ്രൊഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനന്റ് ആണ്. സോ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടും നമുക്ക്? ഇതിൽ നിന്ന് നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 2y - 3x എന്ന് കിട്ടും. വൈയുടെ വാല്യൂ ഓൾറെഡി നമുക്ക് കിട്ടിയ എത്രയാണ്? 10 ആണ്. സോ എത്ര കിട്ടും? 2 × 10 ദാറ്റ് ഈസ് 20 - 3x എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂ ആണ് ഡിറ്റർമിനന്റ് എന്ന് നമുക്കറിയാം. സോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്ത് വരും? പ്രൊഡക്റ്റ് ഈക്വൽ ടു 4 × 8 ദാറ്റ് ഈസ് 32 എന്ന് കിട്ടും. സോ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 32 = 20 - 3x എന്ന് എഴുതാം. ഓർ 3x = എത്രയെന്ന് കിട്ടും നമുക്ക്? 20 - 32 ദാറ്റ് ഈസ് -12 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് x = എത്രയെന്ന് കിട്ടും? -12/3 വിച്ച് ഈസ് ഈക്വൽ ടു -4 എന്ന് കിട്ടും. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് -4ഉം വൈയുടെ വാല്യൂ 10ഉം കിട്ടി. സോ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, എം ഈസ് എ 2/2 മെട്രിക്സ് വിത്ത് ഐഗൺ വാല്യൂസ് 4 and 9. അങ്ങനെയാണെങ്കിൽ ഐഗൺ വാല്യൂസ് ഓഫ് m² ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ ലാംഡ ആണെങ്കിൽ a² ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? λ² ആയിരിക്കും. സോ എമ്മിൻ്റെ ഐഗൺ വാല്യൂസ് 4ഉം 9ഉം ആണ്. അങ്ങനെയാണെങ്കിൽ m² ഐഗൺ വാല്യൂസ് ഏതൊക്കെയായിരിക്കും? 4² 9² ആയിരിക്കും. സോ 4² എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. 9² എന്ന് പറയുന്നത് എത്രയാണ്? 81 ആണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡയഗണലൈസബിൾ മെട്രിക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കുറേ മെട്രിക്സുകളുടെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ചില മെട്രിക്സുകൾ, ഏതൊക്കെ മെട്രിക്സുകളാണ് ഡയഗണലൈസബിൾ എന്നൊക്കെ നമ്മൾ ഡയറക്റ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഏതൊരു മെട്രിക്സും, എ എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ സിമെട്രിക് മെട്രിക്സുകളെല്ലാം എന്താണ്? ഡയഗണലൈസബിൾ ആണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതെങ്കിലും സിമെട്രിക് ഉണ്ടോ എന്ന് നോക്കി. ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി നോക്കി. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. സോ അതുകൊണ്ട് അതെന്തായിരിക്കും? ഡയഗണലൈസബിൾ ആയിരിക്കും. എപ്പോഴും നമുക്ക് മെട്രിക്സുകളുടെ അല്ലെങ്കിൽ ഡയഗണലൈസബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരില്ല. ഡയറക്റ്റ് ഒന്നെങ്കിൽ അതിൻ്റെ ഐഗൺ വാല്യൂസ് എന്തായിരിക്കും? ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? ഡയഗണലൈസബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെട്രിക്സ്, സിമെട്രിക് മെട്രിക്സോ അങ്ങനെ ഏതെങ്കിലും മെട്രിക്സ് ആയിരിക്കും തരുന്നത്. സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഡയഗണലൈസബിൾ ആയിരിക്കും. സോ തരുന്ന മെട്രിക്സിൽ നിന്ന് ഏതാണെന്നുള്ളത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുക. ഓക്കെ, നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 4. ലെറ്റ് ക്യാപിറ്റൽ എ ബി എ 2/2 മെട്രിക്സ് വിത്ത് ട്രേസ് ഓഫ് എ = 5. ട്രേസ് എന്ന് പറയുന്നത് 5 ആണ്. അതുപോലെ തന്നെ ഡിറ്റർമിനന്റ് ഓഫ് എ = 6 ആണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ഐഗൺ വാല്യൂസ് ഓഫ് എ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ട്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രേസ് ഈക്വൽ ടു സം ഓഫ് ഐഗൺ വാല്യൂസ് ആണ്, അല്ലെ? ട്രേസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഐഗൺ വാല്യൂസ് ആണ്. അതുപോലെ തന്നെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂ ആണ്, അല്ലെ? പ്രൊഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇവിടെ ട്രേസ് 5 ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഡയറക്റ്റ് വെരിഫൈ ചെയ്യാം. സമ്മ് 5 വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 4 + 1 5 ഓപ്ഷൻ എ വരാം. 2 + 3 5 ഓപ്ഷൻ ബിയും വേണമെങ്കിൽ വരാം. ഓപ്ഷൻ സി നോക്കി, 1 + 6 7 ആണ് വരുന്നത്. സോ നമുക്ക് ഓപ്ഷൻ സി അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാം. ഇനി ഓപ്ഷൻ ഡി നോക്കി, 0 + 5 5 വേണമെങ്കിൽ വരാം.
ഇനി അപ്പോൾ നമുക്ക് ഈ ട്രേസ് വെച്ച് ആകെ ഒരു ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇനി ഡിറ്റർമിനന്റ് നോക്കി, ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 6, അതായത് പ്രൊഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂ എത്ര വരണം? 6 വരണം. 1 × 4 എത്രയാണ്? 4 ആണ്. സോ ഓപ്ഷൻ എ കളയാം നമുക്ക്. 2 × 3 6, ഓപ്ഷൻ ബി വരാം. ഓപ്ഷൻ ഡി നോക്കി, 0 × 5 0 ആണ്. സോ ഓപ്ഷൻ ഡിയും വരത്തില്ല. ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഡയറക്റ്റ് ഓപ്ഷൻ വെരിഫൈ ചെയ്ത് ചെയ്യാം. ഡയറക്റ്റ് നമ്മൾ എന്താണ് ട്രേസും ഡിറ്റർമിനന്റും വെച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ. Next, if lambda denotes the eigenvalues of the matrix, then one of the values of lambda is ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പം ചില കേസിൽ ഇങ്ങനെ തരുന്ന പ്രോബ്ലത്തിൽ ഏതെങ്കിലും ഒരു ഐഗൺ വാല്യൂ ഒക്കെ ചോദിക്കുന്ന കേസിൽ നമുക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യാം. നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, എന്താണ്? ഈച്ച് റോസം സെയിം ആയിട്ട് വരുവാണെങ്കിൽ അതെന്തായിരിക്കും? ആ ഒരു മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ ആയിരിക്കും. അല്ലെങ്കിൽ കോളം സം സെയിം ആയിട്ട് വരിക. കാരണം എന്താണ്? നമുക്കറിയാം ഒരു മെട്രിക്സിൻ്റെയും അതിൻ്റെ ട്രാൻസ്പോസിൻ്റെയും ഐഗൺ വാല്യൂസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷേ അവിടെ ഐഗൺ വെക്ടേഴ്സ് സെയിം അല്ല, ഐഗൺ വാല്യൂസ് ആണ് സെയിം ആയിട്ട് വരുന്നത്. സോ ഒരു മെട്രിക്സിൻ്റെയും അതിൻ്റെ ട്രാൻസ്പോസിൻ്റെയും ഐഗൺ വാല്യൂസ് സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ റോസം എന്ന് പറയുന്നതെല്ലാം സെയിം ആണെങ്കിൽ ഒരു ഐഗൺ വാല്യൂ ആയിരിക്കും. അല്ലെങ്കിൽ കോളം സം എല്ലാം സെയിം ആയിട്ട് വന്നാൽ എന്തായിരിക്കും? അതൊരു ഐഗൺ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ കോളം സം എല്ലാം, ഈ മെട്രിക്സിൻ്റെ കോളം സം എല്ലാം എത്രയാണ്? 6 + 3 9, 9 + 5 14. ഈ കോളത്തിൻ്റെ 14 ആണ്. 6 + 6 12, 12 + 2 14. അടുത്തത് എന്താണ്? ഇതും 9 × 3 12 14. സോ ഈച്ച് കോളം സം എത്രയാണ്? 14 ആണ്. അതുകൊണ്ട് എന്തായിരിക്കും? 14 എന്ന് പറയുന്നത് ഒരു ഐഗൺ വാല്യൂ ആയിരിക്കും. സോ ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഐഗൺ വാല്യൂവിന് അല്ലെങ്കിൽ ഡയഗണലൈസേഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്നുകിൽ ഐഗൺ വാല്യൂ വെച്ചുള്ള ഏതെങ്കിലും പ്രോബ്ലം ആയിരിക്കും. അതായത് ട്രേസും ഡിറ്റർമിനൻ്റും ഒക്കെ തന്നിട്ട് ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഡയഗണലൈസബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനോ അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.